അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്കെത്തിയവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ ടൂറിസത്തെയും ബിസിനസ്സുകളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. സമാധാന കരാറിനെ തുടർന്ന് സംഘർഷത്തിൽ അയവ് വന്നെങ്കിലും പിന്നീട് യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് ഉണ്ടായത്. മലയാളികളടക്കം നിരവധി രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ജീവിതമാർഗം തേടി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ അവരുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുകയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം. യുദ്ധം വീണ്ടും ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇത് രാജ്യത്തെ ടൂറിസത്തെയും ബിസിനസ്സുകളെയും കാര്യമായി തന്നെ ബാധിച്ചു കഴിഞ്ഞു. ഇതോടെ ഈ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന പ്രവാസികളുടെ തൊഴിലുകൾ പലതും നഷ്ടമായി. ജോലി നഷ്ടമാവാത്തവർക്കാവട്ടെ വേതനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇത് പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ദുബായിയുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. ടൂറിസമാണ് ദുബായിലെ പ്രധാന തൊഴിൽ മേഖലകളിലൊന്ന്. നിലവിൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് ദുബായിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വിവിധ സ്ഥാപനങ്ങളിലായി നിരവധി പേരാണ് ജോലി ചെയ്യുന്നത്. ഡ്രൈവർമാർ മുതൽ ഹൗസ് കീപ്പിംഗ് ജോലിക്കാർ വരെ ഇതിൽപ്പെടും. ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതോടെ ഇവരിൽ പലർക്കും ജോലി തന്നെ നഷ്ടമാവുകയും ചിലരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ജോലി നഷ്ടമായവർക്ക് നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു ജോലി കണ്ടെത്തുക എന്നതും ഏറെ പ്രയാസമാണ്. പല സ്ഥാപനങ്ങളും ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനാൽ പുതുതായി ആരെയും ജോലിക്കായി എടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. UAEയിലെ 546 തൊഴിലുടമകൾക്കിടയിൽ അടുത്തിടെ നടത്തിയ സർവേയിൽ 4-1 കമ്പനികളും 2026 മൂന്നാം പാദത്തോടെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. 3-1 കമ്പനികൾക്കും പുതുതായി നിയമനങ്ങൾ നടത്താൻ പദ്ധതിയുമില്ല. ഈ രീതിയിലാണ് തൊഴിൽ മാർക്കറ്റിന്റെ പോക്ക്. നിലവിലെ പ്രതിസന്ധി മറികടക്കുന്നതിനും ബിസിനസ് ഉടമകളെ സഹായിക്കുന്നതിനുമായി UAE സർക്കാർ $680 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലിക മാത്രമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സമാധാന കരാറിനെ തുടർന്ന് ഇടക്കാലത്ത് സംഘർഷത്തിൽ അയവ് വന്നത് പ്രവാസികളിൽ നേരിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സംഘർഷം കൂടുതൽ രൂക്ഷമായതോടെ പ്രവാസികൾ വീണ്ടും ദുരിതത്തിലായി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.